ടെക്നോളജി ഉഷാറായിരിക്കും, ഇനി ഇതിനായിട്ട് വലിയ ടെക്നോളജിയിൽ പറഞ്ഞിരിക്കും. പക്ഷെ ആത്മീയത്തെ ദീൻ എവിടെ വേണം ചൊന്നെ ബാക്ക് പോകണം. മുസ്ലിമീങ്ങളെ ഇംപ്രൂവ്മെന്റ് എന്തിനും ചൊന്നെങ്കിൽ അപ്പറകുന്തരല്ല പെറകുന്തര. അതാണ് ഖുർആൻ ചൊന്ന ഉലായികല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദീ. അതാ നിക്ക് നല്ലവണ്ണം ഉണ്ടായി, നല്ലവണ്ണം ചൊന്നെങ്കിൽ ഇംപ്രൂവ്മെന്റ് എനിക്കുണ്ട്. എന്തെല്ലാം ടെക്നോളജി. ദുബായിൽ ഹജ്ജി പണ്ട് സൗദിയിൽ ഹജ്ജി പോകണം പണ്ട് എത്ര ആർത്തിങ്ങളുള്ളൂ പോകണം. നിന്റെ അതിൽ ആവശ്യമേ ഇല്ല അല്ലെ. ബാംഗ്ലൂർ വന്നിട്ട് 4-5 ഗಂಟೆ ജിദ്ദത്തിൽ എത്തിയിട്ടായിട്ട് എത്ര സുലാഭ. അവിടെ 3 ഗಂಟೆ മക്കത്തിൽ എത്തിയിട്ടായി. ഇത് ഇപ്പത്തെ സൗകര്യം. ഇനി ഞാൻ വിചാരിക്കട്ടെ ഈ സൗകര്യമുള്ള കൂടിയിട്ട് നോക്കുവേനെ ഒരു കാലം പറഞ്ഞുകൊണ്ട് എഴുതി വെക്കോളൂ. അവൻ സുബൈക്ക് ഭർത്താവ് മൈക്കാലത്ത് എവിടേക്ക് സൗദി. അവൻ മൈക്കാലത്ത് കൊണ്ടാട്ടി ഹജ്ജിൽ കൊണ്ടാട്ടി മുതൽ മാർക്കറ്റ് പോയിട്ട് മീൻ കറി എല്ലാം പോകുന്നറ. കാരണം ഉച്ചക്ക് അതിഥിങ്ങ പണ്ട ചെന്നറ പെഞ്ഞായിരോട്ടി ചെന്ന കറിയാക്കിട്ട് വെക്ക് ഞാൻ അപ്പ മക്കത്ത് പോയി കണ്ടേ. അങ്ങനെ 1 ಗಂಟೆ മക്കത്ത് പോയിട്ട് ഉംറാക്കിയിട്ട് ഉച്ച വന്നിട്ട് പ്രായത്തിൽ എത്തിയിട്ടായിട്ട് അതിഥിങ്ങളൊട്ടിക്ക് ചോറിനുള്ള അങ്ങനത്തെ ഒരു കാലം പറഞ്ഞുകൊണ്ട് അത്ര ഫാസ്റ്റാണ് ടെക്നോളജി, അത്ര സ്പീഡാണ്. അത് ദുനിയാവുടെ വിഷയ, അത് വേണ്ടേണ്ടല്ല, ആവശ്യത്തിലുള്ള യൂസ് ആക്കാം. ഇപ്പൊ ദുനിയാവുടെ അഭിവൃദ്ധി എന്തിനു ചൊന്നെങ്കിൽ എതിർ കൊണ്ടുവരും. മുസ്ലിമീങ്ങളുടെ അഭിവൃദ്ധി എന്തിനു ചൊന്നെങ്കിൽ പിറകു തള്ളത് പിടിച്ചിട്ട് ഇതാ നീ അതേ ബാക്കിൽ പോയെങ്കിൽ നീക്ക് അള്ളാഹു കിട്ടാളപ്പാ, നീ പിറകു നോക്കൂ. ആരുള്ള പിറക്? അതാ പിറകു ഷാഫിമാമുണ്ട്, പിറക് ഗസാലിമാമുണ്ട്, പിറക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആധുനിക ആഡംബരങ്ങളുടെ ബാക്കിൽ പോകുമ്പോ മനുഷ്യന്റെ ആത്മീയത്തെ കുറഞ്ഞു കൊണ്ടുപോകും. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തന്നി കൊമ്പറും. തന്നി കൊമ്പറും ചെല്ലുമ്പോ തണ്ണിയും തേനും കൊമ്പെന്ന് കൊടുക്കുക. അപ്പൊ ഉൾപ്പെടുക സുറാക്കള് ചുറ്റുമുള്ള ആൾമാർ ഉൾപ്പെടുന്നത്. ഇപ്പൊ ഞങ്ങൾ അച്ഛനാക്കി ഇന്നലെ മഗ്‌രിബിയുടെ ഇഫ്താർക്ക് ഞങ്ങൾക്ക് എന്തെല്ലാം ടൈപ്പുള്ള ഭക്ഷണം എനിക്ക് തിരിഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാ റബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഞങ്ങൾക്ക് തണ്ണി കിട്ടുന്നത് വളരെ കഷ്ടല്ലേ. ഇപ്പൊ തണ്ണി വന്നോണ്ടു തേനും വന്നോണ്ടു അയാൾ ഉൾപ്പെടുക സുറാക്കിയിട്ട് അയ്യാണ് ആത്മീയത്തെ ചൊല്ലുണ്ട്. പടച്ചോന്റെ മുന്നിൽ ഞങ്ങൾ നല്ല ആൾമാറാവണ അവനും ഞങ്ങളോട് ഇഷ്ടാവണുണ്ടായെങ്കിൽ ഈ ദുനിയാവും ചൊല്ലത് ഇതിനെ പറ്റി ഞങ്ങൾ വിചാരിച്ചത് ദുനിയാവും ചൊന്ന ഭയങ്കര സ്വർഗാണ്. ദുനിയാവോ ജോഷല്ല വാസ്തവത്തിൽ കക്കൂസു. എങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തിന്നണ്ടാണ് ചൊന്നെങ്കിൽ ഒരു ഫലത്തെ തിണ്ടിട്ടാകുമ്പോ ഇടി വയർ യാതൊരു വരും. തിന്നണ്ടാന്ന് ചൊന്നിട്ടല്ലേ സ്വർഗത്തിൽ ബാത്റൂം ഇത് പോകുന്നില്ല. സ്വർഗത്തിൽ ഇപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് സ്വർഗത്തിൽ പോയി അല്ലാഹു ഞങ്ങൾക്ക് സ്വർഗം തരട്ടെ. സ്വർഗത്തിൽ ഒരാൾ പോയാണ്ടായെങ്കിൽ അവിടെ തിന്നരുതേ സുറ കുടിക്കരുതേ സുറ. അപ്പൊ ജൂതന്മാർ കേട്ട അമ്മാതിരി തിന്നെങ്കിൽ പുറത്തു പോകണ്ടേ. പണ്ടത്താട്ടി ആറ് കക്കൂസ് പോകേണ്ട ആവശ്യം ഇന്താണ്. നാളെ ഇടക്ക് കക്കൂസ് ചെമ്മൈ ഔദ്യോഗികോ തീരാണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് ഒരു പ്രസംഗത്തിൽ. അപ്പൊ ഞാൻ പിന്നെ ആഴ്ചനെ കുറിച്ച് 2-3 കക്കൂസ് എനിക്ക് വേണാവും. കാരണം പണ്ടത്തെ ആൾമാർ പോകേണ്ടത് ഭാര്യ പൊറോടി ഇന്നലെ പൊറോടിയില്ല. പിന്നെ അവിടെ കക്കൂസ് പോകേണ്ട 2 നാൾ 3 നാൾ പോയേ. ഇന്റെ അങ്ങനല്ല. ഇന്റെ ഒരു നാൾ എത്ര വട്ടം പോകണ്ട അവൻ്റെ അവൻ കേട്ടാൽ അത്ര ചിന്തരല്ലേ. ഈ അടുത്തൊരു വട്ടം പോയപ്പോ ഒരാൾ ബാത്റൂമുകളുണ്ട്, അവിടെ ഒരേ ബാത്റൂം. പുറത്ത് ഒരാൾ മുട്ടിയോണ്ടുണ്ട് സാധനമാർ. പുറത്ത് പോകണ്ടേ, പുറത്ത് പോകണ ജാഗയില്ല. കിടാവാണ് അത്. ഒരു 5-6 വർഷത്തേക്ക് ലാസ്റ്റ് കൈ കാലിൽ പോയാ കിടാവ്. അപ്പൊ ഞാൻ അച്ഛനെ കക്കൂസ് ഒന്നല്ല 2 ഏതായാലും ഒത്തിരി വേണി ചൊന്നെ അമ്മാതിരി ഞങ്ങൾ തിന്നറ അത് പുറത്ത് പോകണു ജാഗ വരും. സ്വർഗത്തിൽ അങ്ങനെ പുറത്തു പോകില്ലേ. അപ്പൊ ജൂതന്മാർ കേട്ടാർ. അപ്പൊ എന്തിനാക്കണോ? അപ്പൊ ചോദിച്ചു അത് വേർപ്പായിട്ട് പുറത്തു കൊണ്ട് വേർപ്പ്. ആ വേർപ്പ് കസ്തൂരിയാട്ടി മണമുള്ളതാണ്, ഇങ്ങനത്തതല്ല, അത്രയും നല്ല മണമുള്ളതാണ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഫ്രൂട്ട്സ് അങ്ങ് തിണ്ടപ്പ വയറുള്ള ദിവസം എല്ലാ ഫ്രൂട്ട്സ് തിന്നിട്ട് എന്തും ആയിട്ടില്ല. പിന്നെന്താന്ന് ചോദിച്ചത് തിണ്ടപ്പായിട്ട് വയറ് ഓട് സുഖമായിട്ട് സ്വർഗത്ത് ഇല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാം എഴുതി കൊടുത്തതല്ലേ സ്വർഗ. പക്ഷെ ഇതാവല്ല അവിടെ ഓട് അപ്പറ ഇപ്പറ ഓട് അപ്പുറം മലക്കട അള്ളാഹു തിരികെ വിസേന്ദ്ര കേൾക്കുറോ വിസയ അള്ളാഹു ಅಂತು ഇതെന്തോ തിണ്ടിട്ട് ഇതൊന്ന് പുറത്തിടണം. ഇപ്പൊ അതിക്ക് പറ്റിയ ജാഗ കണ്ടോയില്ല. ഈ നല്ല നല്ല ജാഗകൾ കണ്ട ആരാ അതൊക്കെ കക്കൂസാക്കുക. അപ്പൊ ആദം നബി അലൈഹി സ്വലാമോട് നിങ്ങൾക്ക് പോവാം, ഇവിടെ നല്ലൊരു ജാഗ സെലക്ട് ആക്കുള്ളൂ. എവിടെ ആക്കാതെ നല്ല നല്ല വിരിപ്പുകളുണ്ട്, സ്വർഗം നോക്കുമ്പോൾ നല്ല നല്ല റൂമുണ്ട്, പട്ടുവസ്ത്രങ്ങളുണ്ട്. അത് ഇവിടെ ആരും പോവാ. അപ്പൊ ചെറുത്ത് ഇതൊക്കെ പറ്റിയ ജാഗ ഇവിടെ കാണില്ല. അതുകൊണ്ടാ ഓടിയോണ്ടൂല്ലേ. അപ്പൊ ഇപ്പിത്തൂരല്ല കക്കൂസ് അവിടെ കീഴുണ്ട് പോകുന്നു. ഇത് കക്കൂസാണ്. ഈ ഭൂമി ഉണ്ടല്ലേ ഇത് കക്കൂസ് ഉണ്ടായതിനെ പറ്റിയ ഹദീസിൽ ചെന്നത്. അപ്പൊ അതിനെയാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പൊ വിളിച്ചിട്ടുള്ള ഭാര്യട്ട് കൽബിനോട് ഭയങ്കര പ്രേമാണ് അതിലൊട്ടി. ആ കക്കൂസിലൊട്ടി ആരെങ്കിലും ഏതെങ്കിലും ഒക്കെ കക്കൂസിലൂടെ പോയെങ്കിൽ അവൻ 5 മിനിറ്റുകൊണ്ട് പുറത്ത് ഓടി കണ്ടല്ലാണ്ട് അതിലൂടെ ഒരു കണ്ട് ആരും തെക്കണ്ടാണ്ട് അതൊന്നും. അപ്പൊ ഈ കെട്ട് ദുനിയാവോട് പറ്റി അങ്ങനെയാക്കുന്നത്. ഈ ദുനിയ അഖല്ലുമിനൽ ഖലീലി കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ്. അതുകൊണ്ട് അതിരെ പ്രേമിച്ചിട്ടാരും പോകണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. അപ്പോൾ ഞാൻ ദില്ലിക്ക് ചെന്നെങ്കിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതെ
ഷാഫി ഇമാമിന്റെ അഗാധമായ ബുദ്ധി, ഏറ്റവും വലിയ ഇൽമുള്ളെങ്കിലത്തെ ആള്. അതുകൊണ്ട് നക്കുതീരും തൊട്ട് നമുക്ക് മനസ്സിലാക്കാവുള്ളൂ ഇമാം ഷാഫി ബുദ്ധി നോക്കുക. അപ്പൊ അങ്ങനെ ബാക്കിലാണ് ഞാൻ പോയിട്ടുള്ളത്. ഞങ്ങളുടെ മുസ്ലിമീങ്ങളുടെ അഭിവൃദ്ധി എന്തിനെങ്കിൽ സ്വർഗം ഉദ്ദേശിക്കണമെങ്കിൽ ആൾമാരെ, പടച്ചോന്റെ വീഴ്ച ഉദ്ദേശിക്കുന്ന ആൾമാരെ എല്ലാവരെയും അഭിവൃദ്ധി പ്രോഗ്രസ് എന്തിനെ ഇങ്ങനെ നോക്കണ്ട, എതിർ നോക്കുന്നതല്ല. എതിർ നോക്കി അഭിവൃദ്ധി ഭയങ്കര കൊണ്ടുപോകും. അവളെ കുറിച്ച് ഖലീഫ വന്ന് ഇനി എതിരാട്ടി അപ്പുറത്ത് ജിദ്ദത്തിൽ വന്നോണ്ടുള്ളൂ. ഞാൻ ആഴ്ച ഖലീഫത്ത് പത്തിട്ടായിട്ട് ഇനി അത് ബർത്ത് പരിപാടി ഞാൻ 35 കൊണ്ടുള്ളൂ. അത് ദുനിയാവുടെ അഭിവൃദ്ധിയാണ്. അതുകൊണ്ട് ആഖിറത്തിൽ നിന്നും കിട്ടുകൊണ്ടിരുന്നേ. ആഖിറത്തെ അഭിവൃദ്ധി വേണമുണ്ടായെങ്കിൽ, പടത്തോട് ഇഷ്ടപ്പെടുന്നുണ്ടായെങ്കിൽ നിങ്ങളെ ബാക്കിൽ ചെന്ന ആൾമാർ വന്നു പോയിടാറ്. അങ്ങനെ നിങ്ങൾ പിന്തുടരോട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചെന്നോളൂ.